ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ താൻ പോയ സേവിങ്സ് അക്കൗണ്ടിന്റെ ഫയലിംഗ് എടുത്തുണ്ടോ? ഓ ആ അവിടെ. എന്തൊക്കെയുണ്ട് സുന്ദരേശ വീട്ടിൽ വിശേഷം? എന്ത് പറയാനാ സാറേ, കാലത്തെ അമ്മായി എന്നെ മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം. കല്യാണം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണെന്നൊരു ചെറിയ കള്ളം പറഞ്ഞ് വലിയ ഭാര്യയും കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പിയൂണാണെന്ന് അറിയുമ്പോ അവൾ എന്നെ ഡൈവേഴ്സ് ചെയ്യും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആഫീസറുടെ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ? ആ താൻ ഒരു കാര്യം ചെയ്യും, ആ ഷേണായോട് പോയി കൗണ്ടർ തുറക്കാൻ പറ. ശരി. എന്റെ പൊന്ന് സുന്ദരേശ, നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ? പോകാവിടും. ഇതൊക്കെ ഈ വീഡിയോ എടുത്ത് മാറിയപ്പോടെ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്ക് ഇവിടെ കെട്ടണമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? മാനേജരാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പൊറപ്പിക്കുന്നില്ല. ഇനി പ്യൂണാണെന്നും കൂടി അറിഞ്ഞാലേ അവളെന്നോട് ഗുഡ് നൈറ്റ് പറയും. എങ്ങനെയുണ്ടോ? ഉഗ്ര. പോ. എങ്ങോട്ട്? കൂട്ടിയിട്ട് വേണോ മാനേജരോട് കളിക്കുന്ന? സന്താനമല്ലേ? ഇന്ന് ഓഫീസിൽ ഒരുപാട് ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് വല്ലാത്ത ക്ഷീണം. അവൻ വന്നിറങ്ങി അവൻ കയ്യും അങ്ങനെ തുള്ളാൻ തുടങ്ങി. ആ പിന്നെ നിങ്ങൾക്ക് വെച്ചോണ്ട് തരാം. എടീ, ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്, നിന്റെ അമ്മായിയമ്മ. ഐ ആം സന്താനവല്ലി BSc. അത് ഓർമ്മ വേണം. ഓ, ഒരു ചന്ദാനവല്ലി. എന്താ ഇത് നോൺസെൻസ്. ഓഫീസിലാണ് 100 കൂട്ടം പ്രോബ്ലംസാ. വീട്ടിലെങ്കിലും എനിക്ക് തലയ്ക്ക് വെളിവ് വന്നില്ല. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. നോക്കിക്കോ. നേരം വെളുത്തേന് ഒന്നും കഴിച്ചില്ല. വിശന്ന് വയറ് പൊരിയുന്നു. നീ ഇന്നൊന്നും കഴിച്ചില്ലേ? ആ തലയോട് ചോദിക്ക. ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ തള്ളേ? വെച്ചു. ആര് വെച്ചു? എങ്ങനെ വെച്ചോ? ഒന്നും വേണ്ടെന്ന് വെച്ചു. പച്ച കള്ളം. കള്ളം വെച്ച് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചു. എടീ, ഞാനോ? ഇവിടെ സെൽഫും ഇല്ല, അലമാരിയില്ല. എടാ, ഇവളാണ് പച്ച കള്ളം പറയുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ വേണ്ടേ? ഉള്ളതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വയറുമുറിപ്പിച്ച് നടക്കുന്നു. പിന്നെ നിന്റെ തിരുവമ്പി കൊള്ളുന്ന വിളമ്പിത്തരാടി. എന്നെ എടിപൊടിന്ന് വിളിക്കരുത്. അയാൾ സന്താനവല്ലി BSc. അയ്യോ, തമ്പുരാട്ടിന്ന് വിളിക്കാം. മതിയോ? അയ്യോ അമ്മേ, തമ്പുരാട്ടിന്നോ രാജകുമാരിന്നോ എന്ത് വേണേലും വിളിച്ചോ. കൂടെ BSc എന്ന് ചേർത്താ മതി. അവക്ക് ഒരു പരാതിയുമില്ല. അല്ലേ സ്വന്തം? അവളുടെ ഒരു അഴിഞ്ഞാട്ടം കണ്ടില്ലേ? വലിയ BSc. മൈ ഗോഡ്, മിസ്റ്റർ സുന്ദരേശൻ, നിങ്ങളുടെ ഈ തള്ളുണ്ടല്ലോ, യാതൊരു കൾച്ചറും ഇല്ലാത്തവരാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സന്തോഷം, ഞാൻ പറയുന്നതൊക്കെ ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ അമ്മ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കും. എനിക്ക് വിശക്കുന്നു. അത്രേ ഉള്ളു. നിനക്ക് ഞാൻ തന്തൂരി ചിക്കൻ ഫ്രൈ, മട്ടൻ സൂപ്പ്, നാൻ ഇതെല്ലാം വാങ്ങിച്ചേരാ. ആ തള്ള ഭദ്രകാളി അറിയരുത് കേട്ടോ. ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്ത് ചെയ്യും? ഭാര്യ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മഹാഭാവി, അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതിയടാ. പെറ്റ തള്ളയ്ക്ക് ഒന്നും വാങ്ങിച്ചു തരരുത് കേട്ടോ. പിന്നെ തുടങ്ങിയോ? ചുമ്മാ അല്ല എന്റെ അച്ഛൻ കാശിക്ക് പോയത്. നിന്റെ തലവട്ട കണ്ടപ്പോഴേ പോയതാടാ. ഈ തള്ള ഗുണം പിടിക്കത്തില്ല. ഏടാടാ, പെണ്ണിന്റെ വാക്ക് കേൾക്കരുത്. നീ പെരുവഴിയായി പോവും. അതല്ലേ അമ്മയോട് ചോദിക്കാതെ ഇറങ്ങി പോകുന്നത്. എന്റെ അച്ഛൻ ഭാഗ്യവാൻ. ഈ കുന്തറാടത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും. മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ? ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ, എന്താണോ ചായക്ക് ഇത്ര താമസം? ചായയിൽ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ മാറ്റി വെക്കാത്തുണ്ട്, ഇട്ട് കുടിക്കാമല്ലേ? സാറേ, കോംപ്ലാൻ ഇല്ല. ചായ വേണോ?
ആ ശരി. സന്തോഷ്, സന്തോഷ്, നിന്നെ ഇന്ന് പതിപോലെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഒരുപാട് ചായ, ഓഫീസിൽ നിന്ന് ഒരുപാട് ഫയൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണം. അമ്മയെ വഴക്കുണ്ടായില്ലേ? ശരി, കോട്ടൂരണ്ട, ഹോർലിക്സ്. എന്താ സന്തോഷേ വൃത്തിയുണ്ടായിരുന്നു? നിങ്ങൾ വഞ്ചിച്ചു. നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ജോലി? ഓഫീസർ. ഓഫീസറുടെ ജോലിയാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ സപ്ലൈ? നീ എന്തോ പറയാൻ സന്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പിയൂണാണ്. എന്നെ ചീറ്റ് ചെയ്താണ് നിങ്ങൾ മാരേജ് ചെയ്തത്. ഇല്ല, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ പറയുന്നത് സന്തോ, ഞാൻ ചീറ്റ് ചെയ്തില്ല സന്തോ. സന്തോ, സന്തോ വേണ്ട, ഞാൻ ഈ നിമിഷം ഇവിടെ നിറങ്ങാണ്. സന്തോ, നീ എങ്ങോട്ടും പോട്ടെ സന്തോ. നീ ഇല്ല, എനിക്ക് ജീവിക്കാനാവില്ല സന്തോ. സന്തോ, SSLC-കാരന് പിയൂണുമായ ഒരു ഭർത്താവ് എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. നീ വിഷമിക്കാതെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം സന്തോ. എങ്ങനെ? നീ വാ, ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ SSLC ആണെന്നുള്ളതല്ലേ. നാളെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് ചേർന്ന് BSc വരെ പഠിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത്. BSc വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും. അതോടെ ചായ കൊടുപ്പ് നിൽക്കും. അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ? ഞാൻ സുന്ദരേശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും. നിന്റെ പ്രശ്നം പരിഹരിക്കും. മോളെ, നിങ്ങളെ എഴുന്നേറ്റ് മോളെ. എത്രയാ പഠിക്കാനുള്ളത്? എന്നിട്ട് കിടക്കുന്ന കിടപ്പുണ്ട്. പെൺകുട്ടി, പരീക്ഷ എടുത്തിരിക്കുക. അയ്യോ മമ്മി, രാത്രി കിടന്നപ്പോ ഞാൻ എടുക്കായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ അറിയില്ല മമ്മി? പെണ്ണിന്റെ ഒരു ചോദ്യങ്ങൾ. മോള് പോയി മൂത്ര വെച്ചിട്ട്. സിന്ധു, കാപ്പി. അയ്യോ, മോള് ബാത്റൂമിൽ പോയിരിക്കോ? അതുമല്ല, ഇവിടെ ഇരുന്ന് ഉറങ്ങാണോ? മിനി, ഇതാ. മൂത്രമൊഴിക്കാൻ കൊണ്ടാക്കിട്ടെ മോള് ബാത്റൂമിൽ ഇരുന്ന് ഉറങ്ങുന്നു. ആ, നിന്റെ അല്ലേ മോള്. ഉറങ്ങാൻ കിടന്നാ പിന്നെ ഇടി വെട്ടിയാ പോലും അറിയാത്ത പാർട്ടിയല്ലേ നീ. പിന്നെ എങ്ങനെ? ഓ, പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങണം. രാത്രിയിൽ ഉറക്കാതിരിക്കുന്നതുകൊണ്ടാ ഞാൻ എഴുന്നേക്കാൻ വൈകുന്നത്. അതറിയാം. APPLE ആപ്പിൾ, DOY boy, CAT cat. Daddy,
എന്തൊരു തണുപ്പ്. ഡാഡി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. തണുപ്പ് മാറും. ചെയ്തു. ആ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 3 നന്നായിരിക്കും. നിന്നെ പഠിക്കാൻ ഇരുത്തിട്ട് ഇവിടെ ഒന്ന് സർക്കസ് കാണിക്കാണോ? മാമോളെ വാ മിനിക്കുട്ടി. ഡാഡി പറഞ്ഞിട്ടാ. അവൾക്ക് തണുക്കുമെന്ന്. ഡാഡി ഇങ്ങനെയാണെങ്കിൽ മോള് കുറെ പഠിക്കും. വടി. എന്തോ നീ ഇതൊക്കെ പ്രേക്ഷ ചെയ്ത് പഠിക്കും. ഓ ഇനിയിപ്പോ ഇതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞല്ലോ. ശരീരം നന്നാണെങ്കിൽ മതി ശ്രീമതി. ഞാൻ ക്ലാസ്സിൽ എടുത്തേ. മോള് റെഡിയായില്ലേ? മോൾ എപ്പോഴേ റെഡി. മോളെ മിനിക്കുട്ടി സ്കൂളിൽ പോകണ്ടേ മോളെ? ഈ പെണ്ണിന് പഠിക്കണമെന്ന് ഒരു വികാരമില്ല. ഡാഡി ആ മോള് താഴത്തെ പറയ്ക്ക്. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സ്കൂട്ടറിൽ വെക്കേ. ഡാഡി എന്നാ? ഡാഡി ഇലക്ട്രിസിറ്റി ബില്ല് നോട്ടീസ്. ഡാഡി ഓ നിന്റെ അല്ലേ മോൾ എങ്ങനെ നന്നാകാനെ? ആരും അത്ര മോശമൊന്നും അല്ലല്ലോ. മോള് കളിക്കും. ആ പിടിച്ചിരുന്നോ? മമ്മി ടാറ്റാ. അതെ ടാറ്റാ. ചേട്ടാ മോളെ മോള് വേഗം കിടന്നുറങ്ങാൻ നോക്കും. രാവിലെ ഇരുന്നിട്ട് പഠിക്കാൻ ഡാഡി മിനിമം കുറക്കം വരുന്നില്ല. മമ്മിയും ഡാഡിയും കിടക്കാൻ പോവാ. കിടക്കും മോളെ. അതിന് ഡാഡിയുടെ പൊന്നുമോളല്ലേ? നല്ല മോളെ. ഉറങ്ങിക്കോ. ആ നല്ല കുട്ടി. ആ ഉറങ്ങിക്കോട്ടെ. വേണ്ട ഡാഡി മമ്മിയെ തൊടണ്ട. മമ്മി എന്റെ മമ്മിയാ. മോടെ മാത്രം മമ്മിയല്ല, ഡാഡിയുടെ മമ്മിയാ. ആ അയ്യോ ഡാഡിയുടെ മമ്മി മരിച്ചുപോയില്ലേ? ഡാഡി അത് മറന്നുപോയി മോളെ. മോൾക്ക് തണുക്കുന്നുണ്ടോ? ഡാഡിക്ക് ഭയങ്കര തണുപ്പ്. എന്നെ ഡാഡി മോളെ കെട്ടിപ്പിടിച്ചോ? മമ്മിയെ മോള് കെട്ടിപ്പിടിച്ചോളാം. അപ്പൊ ആർക്കും തണുക്കില്ല അല്ലേ മമ്മി?
മമ്മിയുണ്ടല്ലോ മമ്മി ഉറക്കത്തിൽ പിച്ചും പേരും പറയുന്നു ഡാഡി വിളിച്ചുണർത്തിയതാ. ഞാൻ കേട്ടില്ലല്ലോ. മോൻ ഉറങ്ങിപ്പോയി കാണും. ഞാൻ ക്ലാസ്സിലെ കൊച്ചുമോണ്ട് ചുവന്ന പെൻസിലോർത്ത് കിടക്കുമായിരുന്നു. പെൻസിലോർക്കാൻ കൊണ്ടൊരു സമയം. നാളെ ഇതിനിവിടെ കിടക്കരുത്. അവളവിടെ കിടന്നിട്ട് വേണ്ടേ? എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. എന്തായാലും ശരി. അല്ല പിന്നെ അബ്ദുക്കെ കാണുന്നില്ലല്ലോ. കേസ് വിളിക്കുന്നതിന് മുമ്പ് അയാൾക്ക് എത്തുന്നേ. അതിനെ പരിപാലിക്കാനാണ്. 15 നമ്മുടെ എറണാകുളത്തെ കപ്പൽ പോയ കേസ്, 16 നമ്മളെ കോട്ടയത്തെ കൊലക്കേസ്, 17 കല്യാണ കേസ്, ഇങ്ങനെ എല്ലാ കേസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ സമയത്തായി 11 മണിക്കല്ലേ കേസ്. ഇനി അരമണിക്കൂർ ഉണ്ടല്ലോ. വാസു ധന്യമായല്ലോ. ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അത് കാണാണ്. നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടാമോ? അയ്യോ, ഇന്നാണ് എന്റെ കേസ്. അതിനല്ലേ സമയമില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. അബ്ദു നാളെ എന്റെ അതിർത്തി കേസ്. വരാൻ വഴിയില്ല. എന്താ നാളെ എനിക്ക് കൊല്ലത്താകെ. അബ്ദു വന്നില്ലെങ്കിൽ കേസ് തള്ളിപ്പോവും. ഞാൻ ഒരാളുണ്ട്. എല്ലായിടത്തും കൂടെ ഒരേ സമയത്ത് ഓടിയെത്താൻ പറ്റുമോ? ദേ, ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞേക്കണ ഇല്ല എല്ലാം കൂടെ ക്ലാഷ് ആവും. നാളെയാണെങ്കിൽ ആ കൊല്ലത്തെ ചാക്കോമറാരുടെ കൊലപാതക കേസാ. നല്ല കാശ് കിട്ടുന്ന പാർട്ടിയാ. അബ്ദു കാശുണ്ട്. ഇന്നത്തെ കേസ് എന്താ? മറിയാമ്മ ചേട്ട വൈകിട്ടേക്ക് അറപ്പുരയ്ക്ക് അന്തോണി മാപ്പിള. ഓ, വെള്ളം വിട്ട കേസ്. ഇതാണ് നമ്മുടെ അന്തോണി മാപ്പിള. അന്തോണി മാപ്പിള സത്യത്തിൽ മറിയാമ്മ ചേർത്തിയുടെ വയലിലേക്ക് വെള്ളം വിട്ടതാണോ? വിട്ടതാ. അതെ, അത് വിട്ടില്ല എന്ന് ഞാൻ പറയണം. മതി. ധൈര്യമായിട്ട് നിന്നു. കാര്യം ഞാൻ ഇരുവാക്കും കാശ് വാങ്ങിച്ചു. അന്തോണി മാപ്പിള ഒന്ന് ധൈര്യമായി നിന്ന്. ഈ പോകുന്നത് ആരെന്നാ വിചാരം? ആ കേരള അബ്ദു ഇന്ന് വരെ സാക്ഷി വന്നിട്ടുള്ള ഒരൊറ്റ കേസും തോറ്റിട്ടില്ല. പിന്നെ ആ നിസാരം വെള്ളം വിട്ട കേസ്. നമസ്കാരം ചേരുവല്ല. ഒരു സീറ്റ് ഞാൻ ഇല്ല. എന്നാ ഒരു വീട് അതുമില്ല. അപ്പോ മിനിഞ്ഞാത്ത കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. അബ്ദു വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് അയക്കാൻ ഇൻസ്റ്റഗ്രാമിനോട് പറയണം. അല്ലെങ്കിൽ അബ്ദുവിനെ കിട്ടുകയില്ല. നമസ്കാരം. മറിയാമ്മയ്ക്ക് എടുത്തൊരു കേസ് സാറിനാണോ? അതെ. കഷ്ടമായി പോയല്ലോ. അബ്ദു ആണ് ഈർസാക്ഷി പറയുന്നെന്ന് തോന്നുന്നു. എന്നാ കേസ് ഇരിക്കുന്ന ആരും അയ്യോ വക്കീൽ സാറേ. എന്നാൽ ഒരു കൈ നോക്കാം. വരും. അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് നിങ്ങളുടെ പേര്? അബ്ദു. നിങ്ങളുടെ ശരിയായ പേരാണോ ഇത്? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാ വിളിക്കുന്നത്. അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര്. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? അറിയുമോന്നോ? ഇത് നമ്മുടെ മറിയാമ്മ ചേർത്തി ഇല്ലയോ? നമ്മുടെ പറയാമയോ? നമ്മുടെ മറിയാമ്മ ചേർത്തി എന്ന് പറഞ്ഞാൽ അറപ്പൊരിക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്ന മറിയാമ്മ. മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ കെട്ടി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചു വിട്ടത് നിങ്ങൾ കണ്ടതാണോ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെയുള്ള ഒരാളല്ല അന്തോണിച്ചേട്ടൻ. സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനി അന്തോണിച്ചേട്ടൻ. ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കണ്ട. പ്രായക്കൂടലുള്ളവരെ കയറി പേര് വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ തന്നു? യുവർ ഓണർ, ഐ ഒബ്ജെക്ട്. കേസിനാസ്പദമായ ചോദ്യങ്ങളല്ല വാദിവാദം വക്കീൽ ചോദിക്കുന്നത്. യുവർ ഓണർ, കേസിന്റെ തെളിവുകൾക്കാസ്പദമായ ഒരു ചോദ്യമാണിത്. യെസ്, യു കൻ പ്രൊസീഡ്. ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും? ഏത് സംഭവം? അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ. മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. യെസ്. അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ നിങ്ങൾ കാണാഞ്ഞത്? അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ? മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ധാരാളം പ്രാവശ്യം. എങ്ങനെ കണ്ടു? സ്നേഹമായിട്ട് സംസാരിക്കുന്നവരുടെ മുഖം കണ്ട അറിഞ്ഞൂടെ? അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാമോ? 1982 ഓഗസ്റ്റ് 15.
സംഭവം നടന്ന് ഇത്രയും നാളായല്ലോ. നിങ്ങളിത് കൃത്യമായി ഓർമ്മിക്കാൻ കാരണം? മറക്കാതിരുന്നോണ്ട്. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇതെന്തൊരു ചോദ്യമാ സാറേ? ആഗസ്റ്റ് 15 ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സാറിന് അറിയത്തില്ലേ? That's all, Your Honor. അപ്പൊ കതറി കളഞ്ഞല്ലോ. ഇതിലും വലിയ വമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടോ വാസുവേ? അന്തോണി മാത്രം ഒന്ന് അടങ്ങൂ. മറിയാമ്മ വെള്ളം കുടിക്കാൻ പോലതല്ലേ ഉണ്ട്. കേസ് അടുത്ത മാസം 14-ാം തീയതിയാ. അപ്പൊ നമുക്കൊന്ന് പിരിഞ്ഞിട്ട് പോയേക്കാം. അബ്ദുവിന് കള്ള് ഹറാമാണ്, അബ്ദു കള്ളു കുടിക്കത്തില്ല. പിന്നെ അന്തോണി മാപ്പിളയ്ക്ക് നിർബന്ധമാണെങ്കിൽ അതിന്റെ വില കാശായിട്ട് ഞാൻ അന്നേരം ഒരു 36 രൂപ. അയ്യോ എന്നാ അവിടെ കൂടുതലാ, 37. അപ്പൊ 37. അപ്പൊ എനിക്ക് കൂടി ഉള്ളത്